മച്ചന്മാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ തുടങ്ങിക്കോ. നിങ്ങളൊരു കണ്ടൻറ് ക്രിയേഷനാണോ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മൊബൈൽ എടുക്കുക, ഫോക്കസ് ചെയ്യുക, ധൈര്യത്തിൽ നിങ്ങൾ സംസാരിച്ചിട്ട് കണ്ടൻറ്റ് തുടങ്ങുക. പെർഫെക്ഷൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് തുടങ്ങുക, നാളെ തുടങ്ങുക, അല്ലെങ്കിൽ ഞാൻ മൈക്ക് വാങ്ങുക, ക്യാമറ ഞാൻ റെഡിയാക്കുക, അതിനുശേഷം പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്ന് വിചാരിച്ച് പറഞ്ഞാൽ ആരും പെർഫെക്റ്റ് അല്ല. പഴയ യൂട്യൂബർമാരിൻ്റെ എല്ലാം നോക്കി പറഞ്ഞാൽ ഏറ്റവും പഴയ വീഡിയോ ഭയങ്കര മോശമായിരിക്കും, സൗണ്ട് അടക്കം ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷെ അവർ മെല്ലെ അവർ അവരിനെ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് അവർ ഇന്ന് കാണുന്ന ഈ സാഹചര്യത്തിൽ കാണുന്നത്. ഇന്ത്യയിൽ ഒരാളുണ്ട്, സൗരവ് ജോഷി പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ. ഇന്ന് പണ്ട് വീട് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലിരിക്കുന്ന ആൾ ഇന്ന് പ്രൈവറ്റ് ജെറ്റിൽ അവൻ്റെ ഫാമിലിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ആ 10 വർഷത്തിനുള്ളിൽ ഉള്ള ജേണി, ആ 3 വർഷത്തിനുള്ള അവൻ്റെ ഗ്രോത്ത്, അത് നിങ്ങൾക്ക് ആ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ പവർ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ചെയ്ത് തുടങ്ങുക. സിറ്റുവേഷൻ ഏതുമായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ വീഡിയോ ചെയ്ത് തുടങ്ങുക. ഇഫ് യു വാണ്ട് ടു സംതിങ് ടു സ്റ്റാർട്ട് ടുഡേ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. നാളെ മറ്റന്നാളെ എന്ന് മാറ്റി വയ്ക്കുന്ന ശീലം പാടെ വേണ്ട വയ്ക്കുക. സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുക, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. പിന്നെ യൂട്യൂബർ ആകണമെന്ന് അത്ര കഴിവൊന്നും വേണ്ട. ഒരു കഴിവില്ലാത്ത ആൾക്കാർ യൂട്യൂബ് ചെയ്യാറുണ്ട്. പല സോഷ്യൽ മീഡിയയിലും അവർ എൻഗേജഡ് ആകാറുണ്ട്. പക്ഷേ അതിൽ അവർ എക്സ്പേർട്ട് ആവുകയും പിന്നെ 4 ആളുകൾ അറിയുന്നതോറും നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ഗ്രൗത്ത് കൊണ്ടുവരികയും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. സോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കണ്ടൻറ് ക്രിയേഷനിൽ താല്പര്യമുണ്ട് പറഞ്ഞാൽ എല്ലാവരും ഈ വീഡിയോയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.